ഹോസ്റ്റലിൽ വിളിച്ചപ്പോൾ ജയന്തി പറഞ്ഞു എവിടേക്കോ കറങ്ങി നടക്കുകയാണെന്ന്. പലയിടത്തും തിരക്കി. എന്താ ഈ രാത്രിയിൽ ഇങ്ങനെ? അങ്കിളിന് ഇപ്പൊ എന്താ വേണ്ടത്? മായയുടെ അമ്മ എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ മായയോട് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ബോധിപ്പിക്കണമെന്നും മായയെ കൊണ്ട് അത് വിശ്വസിപ്പിക്കണമെന്നും ശാസിച്ചു പറഞ്ഞു. 24 മണിക്കൂർ സമയവും തന്നിട്ടുണ്ട്. മായ എന്നെ സഹായിക്കണം. എങ്ങനെ? ഞാൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വിശ്വസിക്കണം. അത് മറക്കണം. അളവില്ലാത്ത സ്വത്തിനുടമയാണ് വസുന്ധരാദേവി. എന്ത് എവിടെയും സ്വാധീനിക്കാൻ കഴിവുള്ളവരുമാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവരും. തീർച്ചയായും മായേ, മോളെ അവർ അംഗീകരിക്കില്ല. എനിക്കുള്ളതെല്ലാം വസുന്ധരാദേവി കനിഞ്ഞു നൽകിയ ഔദാര്യങ്ങളാണ്. അവർ വിചാരിച്ചാൽ നാളെ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ തെരുവിൽ നിൽക്കേണ്ടി വരും. ഒരമ്മയുടെ സ്നേഹം, ഒരച്ഛന്റെ സ്നേഹം മായ സ്വീകരിക്കുമെങ്കിൽ അത് എത്ര വേണമെങ്കിലും ഞങ്ങൾ തരാം. ഇത്രയും കാലം മായ നോക്കി വളർത്തിയവനെന്ന നിലയിൽ ഞാൻ അപേക്ഷിക്കുക. ദയവേത് വസുന്ധരാദേവിയെ മറക്കണം. അങ്കിൾ, ഈ ലോകത്ത് എനിക്ക് മറക്കാൻ പറ്റാത്തതായി ഒരേ ഒരാളേ ഉള്ളൂ. വസുന്ധരാദേവി എന്റെ അമ്മ. 1-2 വർഷങ്ങളിലല്ല, 19 വർഷത്തെ ക്രൂരമായ പരിഹാസത്തിനാണ് ആ സ്ത്രീ എനിക്ക് മറുപടി പറയേണ്ടത്. അവരെ ഞാൻ വിടില്ല, ഒരു കാലം വിടില്ല. അച്ഛൻ വരുന്നുണ്ട്. എവിടെ നിന്റെ അനിയന്മാര്? അവന്മാരെ കൂടെ വിളി. ബാലിനും മുരളിയൊന്നും അകത്തേക്ക് വരാൻ പറയും. വസുന്ധരാമ്മ മാനസികമായും ശാരീരികമായും വളരെ വിഷമത്തിലാണ്. ഒരു പെൺകുട്ടി അവരുടെ മകളാണെന്ന് പറഞ്ഞ് അവരെ വല്ലാതെ ശല്യം ചെയ്യുന്നു. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം വസുന്ധരാമ്മയുടെ ദാനമാണ്. അമ്മയുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. പുറത്തിതാരും അറിയും മുമ്പ് നിങ്ങൾ ആലോചിച്ച് വളരെ രഹസ്യമായതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം. അത് പറയാനാണ് ഞാൻ വന്നത്. ഏതാണ് പെൺകുട്ടി? മായാ വിനോദിനി എന്ന് പറഞ്ഞൊരു കുട്ടി. സെന്റ് മേരീസിലെയാ. ആ കുട്ടി പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അച്ഛാ? ഉണ്ടല്ലോ. അതല്ലേ കുഴപ്പം. വസുന്ധരാമ്മയുടെ മകള് തന്നെയാണ് ആ കുട്ടി. കാര്യങ്ങളൊക്കെ പുറത്തായി വസുന്ധരാമ്മയ്ക്ക് ആ കൊച്ചിനെ അംഗീകരിക്കേണ്ട സ്ഥിതി വന്നാൽ പിന്നെ എന്റെ മക്കളൊന്നും ഈ കസേരകളിൽ ഇരിക്കില്ല. അവളിരിക്കും. അതുകൂടി ഓർത്തോണം. ഞാൻ വരട്ടെ. ഹലോ. ഹലോ. വെറുതെ ഒന്ന് ഹോസ്റ്റലിൽ കയറി. അപ്പൊ കൂട്ടുകാരികൾ പറഞ്ഞു ഇപ്പൊ കമ്പനിയൊന്നുമില്ല, ഒറ്റയ്ക്കാണെന്ന്. എന്തു പറ്റി? ഡോക്ടർക്ക് എന്ത് പറ്റി? എന്നെ പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നാൻ? 2-3 ദിവസമായി മനസ്സിനാകെ ഒരു വിഷമം. ഒന്ന് കാണണമെന്ന് തോന്നി. എന്തിന്? അന്ന് ഞാൻ മായയെ വല്ലാതെ നോവിച്ചു അല്ലേ? എങ്ങനെ? അച്ഛനും അമ്മയും ആരെന്നറിയാത്തോളം എന്നൊക്കെ പറഞ്ഞ്. ഓ, അതിലെന്താ? കുഞ്ഞുനാൾ മുതൽ അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. മുതിർന്നപ്പോ അതൊക്കെ മറക്കാൻ വേണ്ടിയല്ലേ ഞാനൊരു ബഹളക്കാരിയായത്. ഡോക്ടറുടെ ഭാഷയിൽ പറഞ്ഞ ഗാങ് ലീഡർ, നൊട്ടോറിയസ്. എനിക്ക് മാപ്പ് തന്നൂടെ? എന്തിന്? ആരും എന്നോട് അക്കാലത്ത് പറഞ്ഞു മായയുടെ അച്ഛനും അമ്മയൊക്കെ കാനഡയിലാണ്, വന്നിട്ടേ ഇല്ല, പണം മാത്രമേ അയക്കുള്ളൂ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അന്നങ്ങനെ ഹേർട്ട് ചെയ്തത്. ശരിക്കും മായയുടെ സ്ഥിതി ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനൊന്നും പറയില്ലായിരുന്നു. ഐ എം സോറി. അതിനിപ്പോ എന്താ? അതെനിക്ക് നന്നായില്ലേ. ഡോക്ടർ എന്നെ വാശി പിടിപ്പിച്ചതുകൊണ്ട് ഞാൻ അവരെ കണ്ടുപിടിക്കും. എന്നിട്ട് ഡോക്ടറുടെ മുമ്പിൽ കൊണ്ടുവന്ന് പറയും, ഇതാണ് എന്റെ അമ്മ, ഇതാണ് എന്റെ അച്ഛൻ, ദേ കണ്ടോന്ന്. ഉറപ്പായിട്ടും? ഉറപ്പായിട്ടും. അന്ന് ഡോക്ടർ എനിക്ക് എന്ത് തരും? അവരെ എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ മായയ്ക്ക് പറ്റിയാൽ തീർച്ചയായും ഞാൻ എന്നെ മായയ്ക്ക് തന്നേക്കാം. ഇഫ് യു ലവ് മീ, ഇഫ് യു ലൈക്ക് മീ. കൊണ്ടുവരാൻ പറ്റിയില്ലെന്ന് വെച്ചോ, അപ്പൊ മായ എനിക്ക് തന്നേക്കണം. ബിക്കോസ് ഐ ലവ് യു, ഐ ലൈക്ക് യു. അയ്യോ, കൺഫ്യൂഷൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞേ.
കളിതമാശയൊക്കെ വിട്. ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഞാനും കാര്യമായിട്ടാ പറയുന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നേ. എന്നാ മനസ്സിലാക്കിയോ? അച്ഛൻ, അച്ഛനെ മറക്കുക. അമ്മ, അമ്മയും മറക്കുക. എന്നെ ഇഷ്ടമാണെങ്കിൽ മായ എനിക്ക് തന്നേക്ക്. ഞാൻ അംഗീകരിച്ചോളാം. അത് പറയാനാ വന്നത്. ദേ നുണ പറയുന്നു. അല്ല, സത്യം. എന്താ ആലോചിക്കുന്നത്? നുണയാണെങ്കിലും സത്യമാണെങ്കിലും ഐ എം സോറി ഡോക്ടർ, എനിക്ക് സമ്മതമല്ല. എന്തേ? പിന്നെ അന്നെന്തിനാ എന്നോട് ഒന്ന് പ്രണയമാ, കല്യാണം വേണേലും കഴിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞത്? അതന്നല്ലേ. ഇന്നെന്റെ സ്ഥിതി അതല്ലല്ലോ. ഇന്ന് എന്താ കുഴപ്പം? ഇന്ന് എനിക്ക് ഇത്തിരി വാശിയാ. എന്റെ വേണ്ടപ്പെട്ടവർ എന്നെ അംഗീകരിക്കാതെ ഡോക്ടറോട് എന്നെ അംഗീകരിക്കാൻ പറയുന്നത് ന്യായമല്ലല്ലോ. ഓ, അപ്പൊ അച്ഛനെ അമ്മയും കണ്ടുപിടിച്ച് വന്നിട്ടേ നമ്മുടെ കാര്യം നടക്കൂ. അത്രേ ഉള്ളൂ. ശരി, ഞാനങ്ങ് പോയേക്കാം. കണ്ടുപിടിച്ച് വന്നിട്ടൊന്ന് അറിയിച്ചേക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. വരട്ടെ. ഒന്നറിഞ്ഞോ, ഒരു കാലവും മായ അവരെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കണ്ടുപിടിച്ചാൽ തന്നെ മായ അവരെ അംഗീകരിക്കാനും പോകുന്നില്ല. 19 വർഷമായിട്ട് വേണ്ടാത്തവരാ ഇപ്പൊ വലിഞ്ഞവർ വരാൻ പോകുന്നത്. നാണമില്ലല്ലോ. അരമണിക്കൂർ പോലും അവൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവളെ വലിച്ചു കെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവരണം. പോയിക്കോളൂ.